ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ള ആ ഒരു ലെസൻ്റെ പേരിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അറിയാൻ പോകുന്നത് പീരിയോഡിക് ടേബിൾ എന്താണെന്നുള്ളതും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പിന്നെ നമ്മൾ 9th പഠിച്ചതാണ്. എങ്കിലും ഞാൻ അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാനിവിടെ പറയാം. ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മളിപ്പോൾ ക്ലാസ് 10. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ വെറും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 9th നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, ഈ ചാപ്റ്ററിലേക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ നോക്കാം. ഫസ്റ്റ്, ബോഹർ മോഡൽ. ബോഹർ മോഡലില് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഷെല്ലുകൾ ഉണ്ടായിരിക്കും അല്ലേ? ആ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ഉണ്ടാവുക. നടുവിലുള്ള ന്യൂക്ലിയസിലാണ് ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബോറോൺ എന്ന മൂലകത്തിന്റെ, ബോറോൺ എന്ന എലമെന്റിന്റെ ബോഹർ മോഡലാണ്, ബോഹർ മാതൃകയാണ്. അപ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ, അറ്റോമിക് സംഖ്യ നമ്മൾ Z എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ആ അക്ഷരം Z ഈക്വൽ ടു എത്രയാണ്? അതിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതണം? 2, 3. അതിന് കാരണം എന്താ? നമ്മൾ ഈ ഷെല്ലുകൾ എന്ന് പറഞ്ഞു അല്ലെ, ഷെല്ലുകൾക്കൊക്കെ നമ്മൾ ഓരോ പേര് കൊടുക്കും. K ഷെൽ, L ഷെൽ, ഇനി അടുത്തതുണ്ടെങ്കിൽ M ഷെൽ, N ഷെൽ, അങ്ങനെ പോകും. ഇനി അതിന്റെ ഊർജത്തിന്റെ ലെവൽ നോക്കിയിട്ട് പറയുകയാണെങ്കിലോ, ഇത് 1ാമത്തെ എനർജി ലെവല്, ഇത് 2ാമത്തെ എനർജി ലെവൽ. എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഊർജത്തിന്റെ തലം അല്ലെ. ഇനി അടുത്തത് N = 3, N = 4, അങ്ങനെ. ഓക്കെ, അങ്ങനെയാണ് ബോഹർ മാതൃകയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ മാതൃക വെച്ച് നോക്കുമ്പോൾ K ഷെല്ലിന് ഇലക്ട്രോണുകളെ ഇരുത്താനുള്ള 2 സീറ്റുകളേ ഉള്ളൂ. K ഷെല്ലില് 2 സീറ്റുകളേ ഉള്ളൂ, 2 ആളെ അവിടെ ഇരുത്തും. അപ്പൊ ഇനി അതിൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഉണ്ടല്ലോ നമ്മുടെ ബോറോണില്, 5 എണ്ണം ഉണ്ട്. അതിൽ 2 എണ്ണത്തിനെ K ഷെല്ലിൽ ഇരുത്തി. ഇനി അടുത്തത് 3 എണ്ണം എങ്ങോട്ട് പോകും? അടുത്ത ഷെല്ലിലോട്ട്. ഉള്ളിൽ നിന്ന് പുറത്തേക്കായിട്ടാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് വെറും ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. ഓക്കെ, അപ്പൊ K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല് എന്നൊക്കെ പറയുന്നത് അതിലൊക്കെ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും? K ഷെല്ലില് 2, L ഷെല്ലില് 8, M ഷെല്ലില് 18, N ഷെല്ലില് 32. അതെങ്ങനെയാണ്? അതിനൊരു സിമ്പിൾ ആയിട്ടൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2n², 2 × n ന്റെ വർഗം. അപ്പൊ n എന്താ? n = 1, 2, 3, 4 etc. ഓക്കെ, അപ്പൊ നമുക്ക് 2ാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുള്ള സീറ്റ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ n 2 ആണ് 2ാമത്തെ ഷെല്ലില്. അപ്പോ 2 × 2², 2 × 2², എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 2 8 ആണ്. അപ്പോ L ഷെല്ലില് 8 ഇലക്ട്രോൺ. അങ്ങനെ M, N, O, അങ്ങനെ ഒരുപാട് ഷെല്ലുകൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ. ഇനി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട് പറയാം. സബ് ഷെല്ലുകൾ എന്നാണ് നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ സബ് ഷെല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഷെല്ലുകളുടെ തന്നെ ഒരു സബ് ഡിവിഷൻ ആണെന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ സബ് ഷെൽസ് എന്നാൽ ഞാൻ ഇവിടെ നിന്ന് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞ് കാണിക്കാം. ഇത് നമ്മുടെ ന്യൂക്ലിയസ്. ഇതാണ് നമ്മുടെ ഷെല്ലുകൾ അല്ലേ? അപ്പൊ ഈ ഷെല്ലുകൾ തന്നെ ഇതിനിങ്ങനെ സബ് ഡിവിഷൻസ് ഉണ്ടാവും. അതായത് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഓർക്കാം. നമ്മുടെ ഈ കേബിളൊക്കെ ഇല്ലേ, ആ കേബിളിന്റെ അകത്ത് നീല, മഞ്ഞ, ചുവപ്പ് പറഞ്ഞിട്ട് കുറേ സബ് വയറുകൾ ഉണ്ടായിരിക്കും അല്ലേ? അതുപോലെ വിചാരിക്കാം. ഇതാണ്
അങ്ങനെ ഒരു കേബിൾ വയർ, ഇതിങ്ങനെ ഓരോന്നും അങ്ങനെ ഒരു കേബിൾ വയർ, അതിനകത്ത് എന്തുണ്ട്, അങ്ങനെ ഓരോ സബ് വയറുകളുണ്ട്. ഓക്കെ, ഈ സബ് വയറുകളിലാണ് എന്ത് അക്കോമഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് സൂക്ഷിച്ചു വെക്കുന്നത്, നമ്മുടെ ഇലക്ട്രോണുകളെ സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഓരോ നിയമം കിട്ടും. അങ്ങനെ സബ് ഷെല്ലുകൾക്ക് ഓരോ പേരുണ്ട്. നമ്മളിപ്പോ ചോപ്പ്, മഞ്ഞ, പച്ച എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ നമ്മൾ കെമിസ്ട്രിയിൽ പറയുമ്പോൾ എസ് സബ്ഷെൽ, പി സബ്ഷെൽ, ഡി സബ്ഷെൽ, എഫ് സബ്ഷെൽ, ഇങ്ങനെ 4 സബ്ഷെല്ലുകളാണ് എന്തിലുള്ളത്, ഒരു ആറ്റത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ, എസ് പി ഡി എഫ്. ഈ എസ് പി ഡി എഫ് എന്നതിൽ ഇത്ര അല്ലെങ്കിൽ അത്രയും തോനെ ഇലക്ട്രോണുകളെയൊക്കെ കയറ്റിയിരുത്താൻ പറ്റും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോന്നിനും ഓരോ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ എസിനാണെന്നുണ്ടെങ്കിൽ നോക്കൂ, എസിനാണെന്നുണ്ടെങ്കിൽ 2 സീറ്റേ ഉള്ളൂ. 2 ആൾക്കാണ് എവിടെ ഇരിക്കാൻ പറ്റുള്ളൂ, എസിൽ ഇരിക്കാൻ പറ്റുള്ളൂ. പിയിലാവുമ്പോ 6 ആൾക്ക് ഇരിക്കാനേ പറ്റുള്ളൂ. ഡിയിലാവുമ്പോ 10 ആൾക്ക് ഇരിക്കാനേ പറ്റുള്ളൂ. എഫിലാവുമ്പോ 14 ആൾക്ക് ഇരിക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മള് കണക്കിൽ പഠിക്കുന്ന എന്താണ്, അരിതമെറ്റിക് സീക്വൻസ് ആണ് അല്ലെ. സമാന്തര ശ്രേണി 2, 6, 10, 14 അല്ലെ. എന്താ ഇതിന്റെ പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്താണ്, 4 ആണ് അല്ലേ. അപ്പോ എന്താണ്, എസില് 2 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാം, പിയില് 6, ഡിയില് 10, എഫില് 14. ഓക്കെ, അപ്പോ ഇത് അങ്ങനെ തന്നെ കാണാപ്പാഠം പഠിക്കാം. ഓക്കെ, അപ്പൊ ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ ഈ കെ ഷെല്ലിലും ഈ കെ ഷെല്ലിലും എൽ ഷെല്ലിലും എം ഷെല്ലിലും എൻ ഷെല്ലിലും ഒന്നും എസ് പി ഡി എഫ് അങ്ങനെ 4 എണ്ണം മുഴുവനായിട്ടും ഇല്ല. ഓക്കെ, പിന്നെ എങ്ങനെയുള്ളൂ, കെയില് എസ് മാത്രം, എല്ലില് എസും പിയും, എമ്മില് എസ് പി ഡി, എന്നില് എസ് പി ഡി എഫ്. അങ്ങനെയാണ് എന്തുള്ളത്, സബ്ഷെല്ലുകൾ ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് n=1 ആണ്. ഇത് ന്യൂക്ലിയസിന്റെ ആണ് അല്ലെ, ന്യൂക്ലിയസ് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇത് n=1, then n=2, then n=3, then n=4. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ഷെല്ലില് ഒരു സബ്ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലില് 2 സബ്ഷെല്ല്, മൂന്നാമത്തെ ഷെല്ലില് 3 സബ്ഷെല്ല്, നാലാമത്തെ ഷെല്ലില് 4 സബ്ഷെല്ല്, ഇനി അഞ്ചാമത്തെ ഷെല്ലിലോ 4 സബ്ഷെല്ല്. ഓക്കെ, ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ്ഷെല്ല്, അത് എസ് സബ്ഷെൽ. രണ്ടാമത്തെ ഷെല്ലില് 2 സബ്ഷെല്ലുകൾ, അത് എസ് സബ്ഷെല്ലും പി സബ്ഷെല്ലും. മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ലിൽ ഏതൊക്കെയാണ്, 3 സബ്ഷെല്ലാണുള്ളത്, എസ് പി ഡി സബ്ഷെല്ലുകൾ. ഇനി നാലാമത്തെ ഷെല്ലാണെങ്കിൽ 4 സബ്ഷെല്ലുകൾ ഉണ്ടായിരിക്കും, എസ് പി ഡി എഫ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സബ്ഷെല്ലുകൾ. ഇനി അഞ്ചാമത്തെ സബ്ഷെല്ല് നോക്കിയാലും 4 ഉണ്ടാവും, 6ാമത്തേല് 7ാമത്തേല് അങ്ങനെ 4ാമത്തെ തുടങ്ങി ബാക്കി എല്ലാത്തിനും 4 സബ്ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് സബ്ഷെല്ലുകൾ. ഓരോ ഷെല്ലുകളിലും ഊർജത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്ന സബ് എനർജി ലെവലുകൾ അല്ലെങ്കിൽ ഉപ ഊർജ തലങ്ങൾ, അതിനെയാണ് എന്ത് പറയുന്നത്, സബ്ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ സബ് എനർജി ലെവൽസ് present inside each shell of an atom is called subshells. Okay, that's all subshell. ഇനി നമ്മൾ ഓരോ സബ്ഷെല്ലുകളെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. ഒരു ആറ്റത്തിന്റെ സബ്ഷെൽ വൈസ് എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളത് പഠിക്കാനുണ്ട്.
അപ്പോൾ ഇനി അടുത്തത് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമ്മൾ നേരത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ഇപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ഇപ്പോൾ സോഡിയം 11 ആണെങ്കിൽ, അറ്റോമിക് നമ്പർ 11 ആണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം, ബാക്കി 11 എത്ര എണ്ണം ഉണ്ട്? ബാക്കി 9 എണ്ണം ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിൽ 8 സീറ്റേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 8 ആളെ അവിടെ ഇരുത്തി, ബാക്കി ഒരാളുണ്ട്, അതിനെ നമ്മൾ മൂന്നാമത്തെ ഷെല്ലിലേക്ക് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാറ് അല്ലേ? ഒരു എലമെൻറ്റും കൂടി ചെയ്യണോ? ഒരു എലമെൻറ്റും കൂടി ചെയ്യാം അല്ലേ? ഒരു ക്ലോറിൻ എടുക്കാം. ക്ലോറിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഷെല്ലിൽ 2 ആൾക്കുള്ള സീറ്റേ ഉള്ളൂ, 2 ആളെ ഇട്ട് കൊടുത്തു, ബാക്കി 15 എണ്ണം ഉണ്ട്. അടുത്ത ഷെല്ലിൽ 8 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് അല്ലേ? എൽ ഷെല്ലിൽ 8 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. 8 ആളെ കൊടുത്തു, 2 8 10 കഴിഞ്ഞു. ഇനി 7 എണ്ണം ബാക്കിയുണ്ട്. അടുത്തത് നമുക്ക് 18 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് വെച്ചാലും നമ്മൾ എന്തേ ചെയ്യാറുള്ളൂ? ആദ്യത്തെ ഷെൽ കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ബാക്കി എല്ലാത്തിലും 8 എണ്ണത്തിനെ മാത്രമേ ഇരുത്താറുള്ളൂ. മൂന്നാമത്തെ ഷെല്ലിൽ 18 എണ്ണം, നാലാമത്തെ ഷെല്ലിൽ 32 എണ്ണം, അതിനൊക്കെ ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ഓരോ ഷെല്ലിനും ഒരു കപ്പാസിറ്റി ഇല്ലേ? അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പെരുമാറും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഷെല്ലിൽ 8 എണ്ണം, നാലാമത്തെ ഷെല്ലിൽ 8 എണ്ണം, അങ്ങനെയാണ് മാക്സിമം ഇരുത്താറുള്ളൂ. ഓക്കെ. ഇപ്പോൾ കൊറോണയ്ക്ക് അല്ലേ തിക്കും തിരക്കൊക്കെ പാടില്ലല്ലോ അല്ലേ? ചളിയായില്ലേ? ചളി വേണ്ടല്ലേ? ശരി. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2, അടുത്ത ഷെല്ലിൽ 8, പിന്നെ വരുന്നൊക്കെ മാക്സിമം 8 ആളെ മാത്രമേ നമ്മൾ ഇരുത്താൻ പാടുള്ളൂ അല്ലേ? അതാണ് ഒക്ടറ്റ് റൂൾ അല്ലേ? എന്താ പറയുക, 8 ആളെ ഇരുത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഉണ്ടല്ലോ. അതാണ് ഒക്ടറ്റ് റൂള്. അപ്പോൾ അത് പ്രകാരം 8 ആളെയാണ് നമ്മൾ മാക്സിമം ഇരുത്താൻ പാടുള്ളൂ. ആദ്യത്തെ ഷെല്ലിൽ മാക്സിമം 2 ആളെ, അതിൽ കൊണ്ട് 8 ആളെ ഇരുത്തരുത്. ഓക്കെ. പിന്നീട് വരുന്ന എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, ഓ ഷെൽ, അതെല്ലാം എന്താണ്? 8 ആളെയാണ് നമ്മൾ മാക്സിമം ഇരുത്താൻ പാടുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞു, 2 8 10 കഴിഞ്ഞു, ബാക്കി ഇനി 7 ആളുണ്ട്. അപ്പോൾ ആ 7 ആളെ അടുത്ത ഷെല്ലിൽ 8 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് വെച്ചാലും 7 ആളെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യും. ഓക്കെ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ദാറ്റ് ഈസ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഞാനിപ്പോൾ ഇവിടെ ചിത്രം പറഞ്ഞിട്ടുണ്ട് കണ്ടോ? ചിത്രം പറയുന്ന നടുവിലൊരു ന്യൂക്ലിയസ് ഞാൻ ഭംഗിയായിട്ട് കളറൊക്കെ ചെയ്തിട്ടാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ട്. കെ ഷെല്ലിൽ ഞാൻ സബ്ഷെല്ലാട്ടോ അറിഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഷെല്ലിൽ എസ് സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ അല്ലേ? എസ് സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ്ഷെൽ, അതും എസ് സബ്ഷെൽ. ഇനി രണ്ടാമത്തെ ഷെല്ലിലോ 2 സബ്ഷെൽ ഉണ്ടായിരിക്കും, ഒന്ന് എസും ഒന്ന് പിയും അല്ലേ? മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ്ഷെല്ല്, എസ് പി ഡി. നാലാമത്തെ ഷെല്ലിൽ 4 സബ്ഷെല്ല്, എസ് പി ഡി എഫ്. അങ്ങനെ 4 സബ്ഷെൽ. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഇലക്ട്രോണുകളെ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഫസ്റ്റ് മൂലകമായിട്ട് എടുത്തിരിക്കുന്നത് ക്ലോറിൻ ആണ്. ക്ലോറിൻ്റെ അറ്റോമിക് സംഖ്യ 17 ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ. അത് കാണാപ്പാടം പഠിക്കണമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട, അതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഓക്കെ. അപ്പോൾ ക്ലോറിൻ 17 ആണ്. നമ്മൾ പറഞ്ഞു ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ ഇലക്ട്രോണുകളെ കൊടുക്കാൻ പാടുള്ളൂ. എങ്കിലും അവിടെ ഒരു നിയമമുണ്ട്, അത് ഈ പറഞ്ഞു വരുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഷെല്ല് വേണ്ടിട്ടെന്ന് വെച്ചാൽ 1 അല്ലേ? ഫസ്റ്റ് ഒന്നാമത്തെ ഷെല്ലിൽ എസ് സബ്ഷെല്ലാണ്. എസ് സബ്ഷെല്ലിൽ നമുക്ക് എത്ര ആളെ ഇരുത്താം? 2 ആളെ ഇരുത്താം അല്ലേ? 2 ആളെ ഇരുത്തി. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലില് എസ് സബ്ഷെല്ലില് 2 ആളെ ഇരുത്തി കഴിഞ്ഞു. ഒന്നാമത്തെ ഷെല്ല് മൊത്തം കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി എന്താണ്? രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോവാം അല്ലേ?
ഒന്നാമത്തെ ഷെല്ലിൽ നിറഞ്ഞു. ഇനി രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോവാം. രണ്ടാമത്തെ ഷെല്ലിൽ ആദ്യം ആരെ നിറയ്ക്കണം? ഉള്ളിലുള്ള ആളെ നിറയ്ക്കണം. ആദ്യം എസിന്, പിന്നെ പിയിലെ. ഓക്കെ, അപ്പോ 2 ഇവിടെ നിറച്ചു. ബാക്കി 17 എത്ര ഉണ്ട്? 15 ഉണ്ട്. ആ 15 ഇവിടെ ഈ എസ് സബ്ഷെല്ലിൽ എത്ര ആൾക്ക് ഇരിക്കാൻ പറ്റും? 2 ആൾക്ക് ഇരിക്കാൻ പറ്റും അല്ലെ? എസ് സബ്ഷെല്ലിൽ 2 ആളെ ഇരുത്തി. എസ് സബ്ഷെല്ലിൽ ഞാൻ 2 ആളെ ഇരുത്തി. ഓക്കെ, ഇനി അടുത്തതാരാ? പി സബ്ഷെല്ല് അല്ലെ? പി സബ്ഷെല്ലിൽ എനിക്ക് 6 ആളെ ഇരുത്താൻ പറ്റും. പക്ഷെ ഇതിങ്ങനെ നേരെ പി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. രണ്ടാമത്തേല് പിയില് എത്ര ആളെ ഇരുത്താം എനിക്ക്? 2 2 4 പോയി. 17 4 പോയാ 13 ഉണ്ട്. പിയിൽ എനിക്ക് പി സബ്ഷെല്ലിൽ എനിക്ക് 6 ആളെ ഇരുത്താം. ഓർമ്മയില്ലേ? എസ് പി ഡി എഫ്. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫില് 14. ഓക്കെ, ഈ എസ് എന്ന് പറഞ്ഞ ഏകദേശം 2 ഇടുന്ന പോലെയാണ് അല്ലേ? അപ്പൊ അങ്ങനെ പഠിക്കാം. പി എന്ന് പറഞ്ഞിട്ടുണ്ട് 6 തിരിച്ചിട്ട പോലെയാണ് അല്ലേ? പിന്നെന്താണ്? ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു 0 1 ചേർന്നതാണ്. അപ്പൊ 10 എന്ന് വിചാരിക്കാം. ഇത് 4 അങ്ങനെ വിചാരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോ എസിലെ 2 എഴുതി. അടുത്ത ഷെല്ലില് രണ്ടാമത്തെ ഷെല്ലിലെ എസിലും 2 ആളെ എഴുതി. അത് നമ്മൾ അതുപോലെ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് പി സബ്ഷെല്ലാണ്. പി സബ്ഷെല്ലിൽ എനിക്ക് 6 ആളെ എഴുതാം. 17 4 പോയിട്ടുണ്ട് വെച്ചാ 14 ഉണ്ട്. 17 4 പോയാ 13 ഉണ്ട്. സോറി. അപ്പൊ ആ 13 6 ആളെ എനിക്ക് ഇവിടെ ഇരുത്താം. ഓക്കെ, 13 6 ആളെ ഞാൻ അവിടെ ഇരുത്തി. ബാക്കി എത്ര ആളുണ്ട്? 7 ആളുണ്ട് അല്ലെ? അപ്പൊ ഞാനിവിടെ 6 ആളെ ഇരുത്തട്ടെ. 1 2 3 4 5 6 ആളെ ഇരുത്തി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഷെല്ലും പൂർത്തിയായി. ഓക്കെ, ഇനി മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോവാം. മൂന്നാമത്തെ ഷെല്ലിൽ ആരുണ്ട്? എസ് ഉണ്ട് അല്ലെ? എസില് ബാക്കി ഇനി എത്ര ആളുണ്ടെന്നാ പറഞ്ഞേ? 7 ആളുണ്ട്. അതില് 2 ആളെ ഇവിടെ ഇരുത്തിക്കൂടെ? ഇരുത്തി. 7 ആളില് 2 ആളെ അവിടെ ഇരുത്തി. ബാക്കി ഇനി എത്ര ആളുണ്ട്? 5 ആളുണ്ട് അല്ലെ? ആ 5 ആൾ ഇനി എസില് കഴിഞ്ഞു. എസിലത്തെ കഴിഞ്ഞ പിന്നെ എങ്ങോട്ട് പോകും? പിയിലോട്ട് പോകും അല്ലെ? 3 പിയില് 5. ഇങ്ങനെയാണ് എന്ത് വരിക? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പൊ ക്ലോറിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് 1s2 2s2 2p6 3s2 3p5. ഓക്കെ, 1s2 2s2 2p6 3s2 3p5. അങ്ങനെ തന്നെ മലയാളം മീഡിയംകാരും പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പൊ അങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഇനി ഇതിനേക്കാട്ടിലും കുറച്ച് വലിയ മൂലകമാണ്, അതായത് വലിയൊരു അറ്റോമിക് സംഖ്യ വരുന്ന ഒരു മൂലകമാണെച്ചാലോ. ഇതിന്റെ സൗണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ? സൗണ്ടിൽ മഴ പെയ്യുന്നുണ്ട്, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ടിവിയുടെ ഒച്ചയൊക്കെ ഉണ്ടായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി നമുക്ക് കുറച്ച് വലിയ ഒരു എലമെന്റിന്റെ കഥയും കൂടി നോക്കാം. ഓക്കെ, ഞാൻ സ്കാൻഡിയം എടുത്തു. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് സംഖ്യ എന്ന് പറയുന്നത് 21 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. ആദ്യത്തെ ഷെല്ലില് 2 ആളെ എത്തി. 21 2 പോയാൽ 19 ആയി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഷെല്ല് കഴിഞ്ഞു. രണ്ടാമത്തെ ഷെല്ലിൽ 2s 2p അല്ലെ? അപ്പൊ 2s ഉണ്ട് 2p ഉണ്ട്. 2s എനിക്ക് 2 ആളെ എത്താൻ പറ്റും. 2p എനിക്ക് 6 ആളെ എത്താൻ പറ്റും. അപ്പൊ 4 4 അല്ല 2 2 4 4 6 10 ആയിട്ടാണ്. ഓക്കെ, 10 ആളെ ഞാൻ നിറച്ചു കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? ഇനി 11 ആളുണ്ട് അല്ലെ?
അപ്പോൾ രണ്ടാമത്തെ ഷെല്ലും കഴിഞ്ഞു. ഇനി ഞാൻ മൂന്നാമത്തെ ഷെല്ലിൽ പോവാണ്. മൂന്നാമത്തെ ഷെല്ലിൽ 3 S ഉണ്ട്, 3 P ഉണ്ട്, 3 D ഉണ്ട്. ഓക്കെ, അപ്പൊ 11 ആളിലെ 2 ആളെ ഞാൻ ഇവിടെ എത്തി. അപ്പൊ ഇവിടെ എത്രയായി? ഈ ബാക്കി 9 ആളുണ്ട്. ഓക്കെ, 9-ൽ 6 എനിക്ക് P-യിലിരുത്തി കൂടെ, P-യിലിരുത്തി. ഓക്കെ, അപ്പൊ 9-ൽ നിന്ന് 6 പോയാൽ 3 കിട്ടി. ഈ ബാക്കി 3 എനിക്ക് 3D ഇരുത്താം. ഇരുത്താമോ? ഇരുത്താൻ പറ്റില്ല. കാരണം എന്താ? ഡി സബ്ഷെല്ലില് 10 ഇലക്ട്രോണുകൾ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഡിയില് 10 ആൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ ഡി കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ആരാ കിടക്കുന്നത്? 4 S ആണ്. ഇത് 3 D ആണ്. അടുത്ത 4ാമത്തെ ഷെല്ല് 4 S, 4 P, 4 D, 4 F അങ്ങനെ നമ്മൾ പറയാം. അപ്പൊ ഈ 4 S-ല് ആരുമില്ല. 4 S-ല് 2 സീറ്റേ ഉള്ളൂ. ഓക്കെ, 2 സീറ്റേ ഉള്ളൂ. ഡിയിലാണെങ്കിൽ 10 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോ 2 സീറ്റുള്ള എനിക്ക് 2 ആളെ തായോ എന്ന് പറഞ്ഞിട്ട് ഈ 4 S അവിടെ കടന്ന് ബഹളം വെക്കൂലേ? വെക്കും. അപ്പോ ഈ വലിയ ബസ്സും ഈ ഡി എന്ന് പറയുന്ന വലിയൊരു ബസ്സും S എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷയാണെന്ന് വിചാരിക്കും. അപ്പൊ 2 ആളെ കൊണ്ടുപോവാൻ അല്ലെങ്കിൽ 3 ആളെ കൊണ്ടുപോവാൻ വലിയൊരു ബസ് തമ്മിൽ തല്ലൂടോ അതോ ഒരു ഓട്ടോറിക്ഷ തമ്മിൽ തല്ലൂടോ? അല്ലേ? ഒരു ഓട്ടോറിക്ഷ ഇരിക്കും. അപ്പൊ അവിടെ കൂടുതൽ നീതി കിട്ടേണ്ട ആള് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഈ ഡിയിലെ അവിടെ നിർത്തിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ പറയാം, ഡിക്ക് ഭയങ്കര എനർജിയാണ്, അല്ലെങ്കിൽ ഡി ഭയങ്കര തടിയനാണ്. ഓക്കെ, അപ്പോ ഡി ഭയങ്കര തടിയനാണ്. S ആണെങ്കിൽ ഭയങ്കര മെലിഞ്ഞിട്ടുമാണ്. ഈ തടിയന്മാർക്ക് ശക്തി കൂടുതലാണെന്നൊക്കെ പറയും പുരാണത്തിലല്ലേ, ഭീമന്റെ ഒക്കെ. പക്ഷെ തടിയന്മാരെന്തായിരിക്കും? അവർക്ക് ഒന്നിനും വയ്യ അല്ലെ, മേലെ അനങ്ങാൻ വയ്യാത്തവരായിരിക്കും. പക്ഷെ എന്താ തടിയില്ലാത്തവരോ ഭയങ്കര ശക്തിയായിരിക്കും അല്ലേ? അപ്പോ എസും ഡിയും കൂടി അടി കൂടിയപ്പോൾ ആര് ജയിച്ചു? S ജയിച്ചു. അങ്ങനെ S മുന്നിലെത്തി, ഡി പിന്നിലെത്തി. പക്ഷെ ഇതിന്റെ സ്ഥാനം അങ്ങോട്ട് മാറില്ല കേട്ടോ. ഇത് ആള് ഇവിടെ തന്നെ ഇരിക്കും. പക്ഷെ 3S 3P കഴിഞ്ഞാൽ നേരെ ഇലക്ട്രോണുകൾ 4S-ലേക്ക് ചാടും. 4S-ൽ മുഴുവനായതിനു ശേഷം മാത്രമേ ബാക്കിയുള്ളത് മാത്രമേ ഡിക്ക് ആര് വിട്ടുകൊടുക്കുള്ളൂ? S സബ്ഷെല്ല് വിട്ടുകൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കഥ. അപ്പോ 3Dയുടെ അപ്പുറത്ത് ആര് നിൽക്കുന്നുണ്ട്? 4S ഉണ്ട്, 4P ഉണ്ട് അല്ലേ? അപ്പോ ഇവര് തമ്മിൽ അടി ഉണ്ടാവും. ബാക്കി 3 ആൾ എനിക്കിതായോ ആയിട്ട് അടി ഉണ്ടാവും. അടി ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എലുമ്പനായിട്ടുള്ള ശക്തിമാൻ ജയിക്കും. ഇയാൾ അങ്ങനെ മുന്നിലേക്ക് ചാടും, ഇയാൾ പിന്നിലേക്ക് ചാടും. ഇയാൾ വെടിയെത്തും. ഓക്കെ, അങ്ങനെയാണ് കഥ. അപ്പൊ ബാക്കി എത്ര ആളുണ്ട്? 3 ആളുണ്ട് എന്ന് പറഞ്ഞു. 2 ആളെയാണ് അവിടെ ഇരുത്താൻ പറ്റുള്ളൂ. അഹങ്കാരം തീർന്നില്ലേ? ബാക്കി ഒരാളെ ആർക്ക് കിട്ടി? 3Dക്ക് കിട്ടി. 4Pക്ക് അവിടെ സ്ഥാനമില്ല, കാരണം അവിടെ ബാക്കി ഇലക്ട്രോണുകളില്ല. അപ്പോ 3D1. ഓക്കെ, അപ്പോ എന്താണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? വെറും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കഥ. ഓക്കെ, എന്നാൽ ഞാൻ ഇതുപോലെ തന്നെ 3D വരെയാണ് കേട്ടോ മാക്സിമം ചോദിക്കുള്ളൂ. അത്ര തന്നെ ചോദിക്കുള്ളൂ. 3D വരെ തന്നെയാണ് ചോദിക്കുള്ളൂ. ഇനി ഞാൻ വേറൊരു എലമെന്റ് പറയാം. സിങ്ക് 30 ആണ് ഇതിന്റെ എന്ത് അറ്റോമിക് സംഖ്യ. അപ്പൊ ഞാൻ ഇതുപോലെ പറഞ്ഞു പോവാണ്. 1s-ൽ 2 എണ്ണം, അപ്പൊ ബാക്കി 28. 2s-ൽ 2 എണ്ണം കൊടുത്തു, അപ്പൊ ബാക്കി 26. 2s-ൽ S മാത്രമല്ല 2-ൽ P ഉണ്ട് അല്ലേ? അപ്പൊ 26-ലെ 6 എണ്ണം ഞാൻ എവിടെ കൊടുത്തു? P-യിൽ കൊടുത്തു. അപ്പൊ ബാക്കി എത്രയായി? 20 എണ്ണമായി അല്ലേ? അപ്പൊ രണ്ടാമത്തെ ഷെല്ല് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോവാം. ആദ്യം S, അതിൽ 2 എണ്ണം കൊടുത്തു, ബാക്കി 18 അല്ലേ?
3s കഴിഞ്ഞാൽ 3p ഉണ്ട്. 18-ലെ 6 എണ്ണം ഞാൻ അവിടെ കൊടുത്തു. ഓക്കെ, 18-ലെ 6 എണ്ണം ഞാൻ അവിടെ കൊടുത്തു. 18-ന് 6 പോയിട്ടുണ്ടെങ്കിൽ 12 അല്ലേ? അപ്പോൾ ഞാൻ അടുത്തത് 3d ഉണ്ട്, അപ്പുറത്ത് 4s ഉണ്ട്. ഇവർ നമ്മൾ തല്ലുകൂടിയിട്ട് നമ്മൾ പറഞ്ഞു 4s മുന്നിലെത്തി എന്ന് പറഞ്ഞു അല്ലേ? 4s മുന്നിൽ 3d പുറകിൽ. അപ്പോൾ 4s-ൽ 2 ആളെ ഇരുത്താം, 2 ആളെ അവിടെ എത്തി. ബാക്കി എത്ര ഉണ്ട്? 12 2 പോയപ്പോൾ ബാക്കി 10 ഉണ്ട്. 10 ആളി ഡിയിൽ കറക്റ്റ് സെറ്റ് അല്ലേ? അപ്പോൾ എന്തായി? Zn 30 സിങ്ക് 30 ആയത്. നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 1s2 2s2 2p6 3s2 3p6 4s2 3d10. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് എലമെന്റ്സ് തരാം. ഓക്കെ, ചെയ്ത് നോക്കിയവർ ഒന്നും കൂടി ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കിയവർ ഒന്നുകൂടി ചെയ്തോളൂ. ചിലപ്പോൾ ഞാൻ തന്ന എലമെന്റ്സ് തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ ഒന്നുകൂടി ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എലമെന്റ് ആണ് ഫോസ്ഫറസ്. പതിനഞ്ചാണ് കേട്ടോ. ബോറോൺ 5. പിന്നെന്താണ്? ഓക്കെ, അയൺ ഇരുമ്പ് 26. സോഡിയം ഓക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങളതൊന്ന് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്.